ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. അപ്പം, ചപ്പാത്തി, പൊറോട്ട എന്നിവയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കല്ലേ. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായി ആദ്യം ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 8 ഇടത്തരം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇവയെല്ലാം നന്നായി വാടി കഴിയുമ്പോൾ 2 മീഡിയം സവോള സ്ലൈസ് ചെയ്തതും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ സമയം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാട്ടോ. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇവ കളറൊക്കെ മാറി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിൽ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ നന്നായി മൂപ്പിച്ചെടുക്കണം. അടുത്തതായി ഇതിലേക്ക് 2 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ചേർക്കുമ്പോൾ അതിൻ്റെ പുളി നോക്കിയിട്ട് അളവ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ സമയം തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് വഴന്നു വരട്ടെ. ഇവ നന്നായി വെന്ത് എണ്ണ തെളിയുന്ന പരുവത്തിലെത്തണം. ഇപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്തിളക്കാം. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അളവ് കപ്പിന് 1/2 കപ്പ് ചൂടുവെള്ളവും, അതായത് 125 ml, ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒരു 30 സെക്കൻഡ് വേവിച്ചെടുക്കണം. ഇനി ആവശ്യമുള്ള കൊഴുപ്പിനനുസരിച്ച് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം കൂടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ മുട്ട നന്നായി പുഴുങ്ങി കത്തിക്ക് വരഞ്ഞ് മാറ്റി വെച്ചിരുന്നതാണ്. ഇവയൊന്ന് ഇളക്കി 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാൻ വയ്ക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ മുട്ടയിലേക്ക് മസാലയൊക്കെ പിടിച്ച് എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് 2 നുള്ളി പഞ്ചസാര കൂടി ചേർക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അവസാനമായി കുറച്ച് മല്ലിയില കൂടി ചേർത്തിളക്കി തീ ഓഫ് ചെയ്യാം. മല്ലിയിലയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതിനാൽ ഇത് ടേസ്റ്റ് നോക്കിയിട്ട് ക്രമീകരിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുമെന്നും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.